നവാഗത പ്രതിഭകളാണ് എപ്പോഴും പ്രതീക്ഷ നൽകുന്നത്. നാളെയുടെ കാഴ്ചകൾ അവരുടെ കയ്യിൽ ഭദ്രമാവട്ടെ. ഇവിടെ കൺസിഡർ ചെയ്യുന്ന ലിസ്റ്റിൽ ചില പോരായ്മകൾ എന്തായാലും ഉണ്ടാകാം. ചിലരുടെ പേരുകൾ വരാതെ പോയിട്ടുണ്ടാകാം. എല്ലാവരെയും കുറിച്ചുള്ള വ്യക്തമായ വിവരണങ്ങൾ ഗൂഗിളിൽ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ കാരണം. എങ്കിലും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. വിട്ടുപോയത് നിങ്ങൾ കൂട്ടിച്ചേർക്കുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകിയ പുതുമുഖങ്ങളെക്കുറിച്ചും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷയോടെ ഇന്ന് മികച്ച പുതുമുഖ പ്രതിഭകൾ ഇൻ 2018. തീർച്ചയായും മലപ്പുറത്തിൻ്റെ മനസ്സ് കാണിച്ചു തന്ന സുഡാനി ഫ്രം നൈജീരിയയുടെ സംവിധായകൻ സക്കറിയ മുഹമ്മദ് 2018 ഏറ്റവും മികച്ച കണ്ടെത്തൽ. മലയാള സിനിമയിൽ നിന്നും ലോകത്തിൻ്റെ നിറയിലേക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു സിനിമ. നമ്മൾ കണ്ടു ശീലിച്ച ഒരു ആഖ്യാന ശൈലിക്കപ്പുറത്തേക്ക് ഒരു സ്പേസിനെ തന്നെ കൂടുതലായി ഉപയോഗിക്കുകയും ഒരു സ്ത്രീയുടെ അതിജീവനത്തിൻ്റെ കഥ പറയുകയും ചെയ്ത ചിത്രം ലില്ലി. സംവിധായകൻ പ്രശോഭ് വിജയൻ ആഖ്യാനത്തിൻ്റെ പുതുവഴികൾ സമ്മാനിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്ദ്രൻസിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു എന്ന രീതിയിലാണ് ആളൊരുക്കം എന്ന ചിത്രം ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനുമപ്പുറം ശക്തമായ ചിലത് പറയുക എന്നതായിരുന്നു ആളൊരുക്കത്തിൻ്റെ ലക്ഷ്യം. കാലിക പ്രസക്തമായ വിഷയം കൈകാര്യം ചെയ്ത ആളൊരുക്കത്തിൻ്റെ സംവിധായകൻ VC അഭിലാഷ്. ഒരുപക്ഷെ ഏറ്റവും ചെറിയ രീതിയിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു കഥ, അത് നടക്കുന്ന സ്പേസിനെയൊക്കെ മികച്ച രീതിയിൽ സ്ക്രീനിലെത്തിച്ച വിഷ്ണു നാരായൺ. ചിത്രം മറഡോണ. ഒരു ജീവിതത്തെ, അതിൻ്റെ ഭാഗമായ ജീവിതങ്ങളെ ഏറ്റവും ഇൻറ്റൻസ് ആയി തന്നെ പ്രേക്ഷകരിൽ എത്തിക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. പ്രജേഷ് സെൻ ചിത്രം ക്യാപ്റ്റൻ. നിർമ്മൽ സഹദേവ് തിരക്കഥാകൃത്തായും സംവിധായകനായും അരങ്ങേറ്റം കുറിച്ച വർഷമാണ്. ഹേ ജൂഡ് ആൻഡ് രണം. കഥ പറയുന്നതിലും മേക്കിംഗ് സ്റ്റൈലിലും പ്രതീക്ഷ നൽകുന്ന വ്യക്തി. ഈ സംവിധായകരുടെ കൂടെ തന്നെ ചേർത്ത് വയ്ക്കാവുന്ന പേരുകളുമുണ്ട്. ക്യൂൻ സംവിധാനം ചെയ്ത ഡിജോ ജോസ് ആൻ്റണി, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ചെയ്ത ടിനു പാപ്പച്ചൻ, കമ്മാര സംഭവം ചെയ്ത രതീഷ് അമ്പാട്ട്, അങ്കിൾ ചെയ്ത ഗിരീഷ് ദാമോദർ, ബിടെക് ചെയ്ത മൃദുൽ നായർ, എബ്രഹാമിൻ്റെ സന്തതികൾ ചെയ്ത ഷാജി പടൂർ, തീവണ്ടി ചെയ്ത ഫെലിനി, പടയോട്ടം ചെയ്ത റഫീഖ് ഇബ്രാഹിം, നോൺസെൻസ് ചെയ്ത MC ജിതിൻ, കൂദാശ ചെയ്ത ഡിനു തോമസ് ഈലൻ, ഹൂ ചെയ്ത അജയ് ദേവലോക, എൻ്റെ ഉമ്മാൻ്റെ പേര് ചെയ്ത ജോസ് സെബാസ്റ്റ്യൻ, ആഭാസം ചെയ്ത ജുബിത് എന്നിവരും പ്രതീക്ഷ നൽകുന്ന സംവിധായകരാണ്. വ്യത്യസ്തരായ കഥകൾ വരട്ടെ, നമ്മളും കാത്തിരിക്കുന്നു. പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സംവിധായകനെയും അഭിനേതാക്കളെയുമാണ്. നടന്മാരിൽ പ്രതീക്ഷ നൽകിയത് ലില്ലി കാഴ്ചകളിൽ അങ്ങനെ 2 പേരുണ്ട്. വയലൻസ് രംഗങ്ങളിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ധനേഷ് ആനന്ദ് ആൻഡ് കണ്ണൻ നായർ. പ്രതീക്ഷകൾ നൽകുന്ന താരങ്ങൾ ക്യൂനിലെ നായകൻ ധ്രുവൻ, ആദിയിൽ പ്രണവ് മോഹൻലാൽ, ആളൊരുക്കത്തിൽ ശ്രീകാന്ത് മേനോൻ, പൂമരത്തിൽ കാളിദാസ് ജയറാം, കിനാവള്ളിയിലെ അജ്മൽ സയാൻ എന്നിവരും പ്രതീക്ഷ നൽകുന്നവരാണ്. സുഡാനിയിലെ ഉമ്മമാർ സാവിത്രി ശ്രീധരൻ, സരസ ബാലുശ്ശേരി എന്നിവരും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷകൾ സമ്മാനിച്ചവരാണ്. ലില്ലിയിലെ നായിക സംയുക്ത മേനോനും പ്രതീക്ഷയുടെ താരം തന്നെ. ഇവരോടൊപ്പം ഞാൻ പ്രകാശനിലെ ദേവിക സഞ്ജയ്, മറഡോണയിലെ ശരണ്യ എന്നീ പേരുകളിലൂടെ ചേർത്ത് വയ്ക്കുന്നു. ഛായാഗ്രഹണത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ ആദ്യ ചിത്രത്തിന് തന്നെ ദേശീയ അവാർഡ് നേടിയ ഭയാനകം എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ച നിഖിലേസ് പ്രവീൺ. സംഗീത സംവിധായകരിൽ ജോസഫിലെ പൂമുത്തോളെ എന്ന ഗാനം നമുക്ക് സമ്മാനിച്ച രഞ്ജിൻ രാജ്, തീവണ്ടിയിലെ മികച്ച ഗാനങ്ങൾ നമുക്ക് തന്ന കൈലാസ് മേനോൻ എന്നിവർ പ്രതീക്ഷകൾ നൽകുന്നവരാണ്. തിരക്കഥയിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ജോസഫിൻ്റെ തിരക്കഥാകൃത്ത് ഷാഹി കബീർ, മറഡോണയുടെ തിരക്കഥാകൃത്ത് കൃഷ്ണമൂർത്തി എന്നിവരാണ്. വ്യത്യസ്തമായ ഒരു ഹൊറർ ചിത്രം സമ്മാനിച്ച കിനാവള്ളിയുടെ തിരക്കഥാകൃത്തുകൾ ശ്യാം ശീതൽ, വിഷ്ണു രാമചന്ദ്രൻ എന്നിവരുടെ പേരുകൾ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്നു. പ്രതീക്ഷയുള്ള നവാഗതർ എന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സംവിധായകർക്കാണ്. എങ്കിലും മറ്റു വിഭാഗങ്ങളിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന പേരുകൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ലഭിക്കാവുന്ന അറിവിൻ്റെ പരിമിതികൾ വെച്ച് തന്നെയാണ് ഇവിടെ ചിലപ്പോൾ പേരുകൾ വിട്ടുപോയിട്ടുണ്ടാകാം. നിങ്ങൾക്കും പ്രതീക്ഷ നൽകിയ പുതുമുഖങ്ങളുടെ പേരുകൾ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വമ്പൻ നിരാശകൾ സമ്മാനിച്ച ചിത്രങ്ങളെക്കുറിച്ച്, 2018 വൻ നിരാശകൾ. വീണ്ടും കാണും വരെ ബൈ ബൈ.